നമസ്കാരം. ലഷ്കർ-ഇ തോയ്ബയുടെ ധനസഹായിയായ അല്ലെങ്കിൽ ഫണ്ടറായ ഹാജി ഉൽമർ ഗുലിനെ അജ്ഞാതർ വെടിവെച്ച് കൊന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഖൈബർ പഖ്തൂണിലെ ടാങ് ജില്ലയിലെ പ്രാദേശിക കരാറുകാരൻ കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഈ ഹാജി ഉൽമർ ഗുൽ ബൈദാനി. ഇയാളുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം അജ്ഞാത സംഘത്തിന്റെ കനത്ത ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല താനും. എന്തായാലും ആക്രമണത്തിൽ ഹാജി ഉൽമറിനെ കൂടാതെ ഇയാളുടെ സഹോദരനും സഹായികളും ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഈ സംഘാംഗങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവർ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. എന്തായാലും പാകിസ്ഥാന്റെ ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയ്ക്ക് ഏറ്റവും അധികം പണം നൽകുന്ന ഒരു ധനികൻ തന്നെയാണ് ഈ ഹാജി ഉൽമർ ഗുൽ എന്ന് പറയുന്നത്. പാവപ്പെട്ട പാകിസ്ഥാനികളിൽ നിന്നും നികുതി എന്ന പേരിൽ ഹാജി ഉൽമർ പണം പിരിച്ചെടുക്കുന്നുണ്ട്. ഈ പണമാണ് ഇദ്ദേഹം ഈ ഭീകരവാദ സംഘടനയ്ക്ക് ലഷ്കർ-ഇ തോയ്ബയ്ക്ക് ധനസഹായമായി നൽകാറുള്ളത്. അങ്ങനെ ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു ഫണ്ടറെ തന്നെ അജ്ഞാതൻ വകവരുത്തിയിരിക്കുന്നു. തീർച്ചയായും ഇത് അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകളായി പാകിസ്ഥാനിൽ ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അജ്ഞാത ആക്രമണങ്ങളാണ്. നേരത്തെ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന ഭീകരരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അവിടെ പാകിസ്ഥാന് തന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർ പിന്തുണച്ചുകൊണ്ടിരുന്ന ലഷ്കർ-ഇ തോയ്ബ പോലെയുള്ള സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിലേക്ക് കൂടി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നീളുന്നുണ്ട്. അതിനോടൊപ്പമാണ് രാജ്യത്ത് കൂടി വരുന്ന ചാവേർ സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടക്കുന്നത്. എന്തായാലും വീണ്ടും പാകിസ്ഥാനിൽ അജ്ഞാതൻ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ലഷ്കർ-ഇ തോയ്ബ എന്ന ഇന്ത്യക്ക് സ്ഥിരം തലവേദനയായ ആ ഭീകരവാദ സംഘടനയുടെ വേരറുക്കാനുള്ള ആദ്യ ചുവട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.